വെൽക്കം ടു 7 Day Miracles ചാനൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആർക്കെങ്കിലും ഒരു കുഞ്ഞു ക്രഷ്, അതായത് ഒരു പ്രത്യേക ഇഷ്ടം, ആ തോന്നൽ ഉണ്ടായിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? കാരണം ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ, അതേസമയം ഏറ്റവും രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു വികാരമാണ് ഈ ക്രഷ്. ആ ഒരാളെ കാണുമ്പോൾ ഹൃദയം പെരുമ്പര കൊട്ടുന്ന പോലെ മിടിക്കും, ഒരു തരം തുള്ളിച്ചാട്ടം. ശരിക്കും ഈ ഇഷ്ടം നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരു മാജിക് പോലെ നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും. അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? എങ്കിൽ പ്രണയത്തിലാകുമ്പോൾ നാം അറിയാതെ ചെയ്യുന്ന, നമ്മുടെ മനസ്സിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ലെറ്റ്സ് ഗോ. ഓരോ പ്രണയത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്ന. എവിടെ പോയാലും എന്ത് ചെയ്താലും അവരുടെ സാമീപ്യമൊന്ന് അറിയണം. എന്നാൽ അവർ അറിയാനും പാടില്ല. ഇതൊരു പ്രത്യേകതരം രഹസ്യമായ ഓപ്പറേഷനാണ്. ഇതൊരു തമാശയല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഒരു CCTV ക്യാമറ പോലെയാകും പ്രവർത്തിക്കുക. ക്ലാസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണുകൾ അവരെ തിരയും. അവർ എവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, നിങ്ങൾ അറിയാതെ ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ ബ്രെയിൻ ശേഖരിക്കും. ഒരു പക്ഷേ കുറച്ച് ദൂരെ മാറി നിന്ന്, മുഖത്ത് വലിയ ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ, എന്നാൽ ലോകം കാണാത്ത ഒരു പ്രത്യേക ശ്രദ്ധയോടെ നിങ്ങൾ അവരെ നോക്കി നിൽക്കും. കാരണം ആ നിമിഷം അവരെ കാണുക എന്നത് മാത്രമാണ് നിങ്ങളുടെ സന്തോഷം. ആ നോട്ടത്തിൽ ഒരു വാക്ക് പോലും ഇല്ല, എങ്കിലും 1000 ഇഷ്ടം നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും. ഇതാണ് ഇഷ്ടത്തിന്റെ ആദ്യത്തെയും ഏറ്റവും മനോഹരമായ സൈലന്റ് കമ്മ്യൂണിക്കേഷൻ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ക്രഷ് പരിപാടിയാണ് ഈ സോഷ്യൽ മീഡിയ റിസർച്ച്. അവരുടെ പ്രൊഫൈലുകൾ, പഴയ പോസ്റ്റുകൾ, അവർ ലൈക്ക് ചെയ്ത കമന്റുകൾ എല്ലാം നമ്മൾ തപ്പിപ്പിടിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇഷ്ടം വളരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ തിരച്ചില. അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എന്തിന് ചിലപ്പോൾ ലിങ്ക്ഡിൻ വരെ നമ്മൾ കയറിയിറങ്ങും. എന്തിനാ ഇതൊക്കെ? കാരണം വളരെ ലളിതമാണ്. നമുക്കവരെ കൂടുതൽ അറിയണം. അവർക്ക് ഇഷ്ടം എന്താണ്, അവർ എവിടെയാ പഠിച്ചത്, അവരുടെ ഹോബീസ് എന്തൊക്കെയാ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം തേടുന്നത്. ഓരോ പോസ്റ്റും ഓരോ ചിത്രവും നമ്മൾ സൂക്ഷിച്ചു നോക്കും. ചിലപ്പോൾ ഒരു പഴയ ഫോട്ടോ കണ്ട് നാം അറിയാതെ ചിരിക്കും. അല്ലെങ്കിൽ അവർ പോയ സ്ഥലത്തിൻ്റെ ചിത്രം കണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ് സ്വയം സന്തോഷിക്കും. ഇതൊരു ഭ്രാന്തല്ല, നമ്മുടെ ഇഷ്ടത്തെ കൂടുതൽ ഉറപ്പിക്കാനുള്ള, അവരിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു വൈകാരികമായ ശ്രമമാണ്. ഓർക്കുക, ആരെയും ശല്യപ്പെടുത്താതെ നമ്മൾ നമ്മളുടെ ലോകത്തിരുന്ന് അവരെ സ്നേഹിക്കുക. പ്രണയം തോന്നിക്കഴിഞ്ഞാൽ നാം പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. സ്വയം ഒരു മാറ്റം വരുത്തും, മെച്ചപ്പെടുത്തും. ഒരു ഇഷ്ടം തോന്നിയാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോടൊരു കാര്യം പറയും: നമ്മൾ കുറച്ചുകൂടി നന്നായിരിക്കണം. അതുകൊണ്ട് നാം അറിയാതെ തന്നെ നമ്മുടെ വസ്ത്രധാരണത്തിൽ, സംസാരത്തിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ എല്ലാ മാറ്റങ്ങൾ വരുത്തും. മുമ്പത്തേക്കാളും വൃത്തിയായി വസ്ത്രം ധരിക്കും, നന്നായി ചീകി ഒതുക്കും, നല്ല പെർഫ്യൂം ഉപയോഗിക്കും. എന്തിന്? അവരോട് സംസാരിക്കേണ്ടി വന്നാൽ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കും. കാരണം അവരുടെ മുന്നിൽ നമ്മൾ ഏറ്റവും മികച്ച രൂപത്തിൽ എത്തണം. ഈ മാറ്റം മറ്റാർക്കും വേണ്ടിയല്ല, ആദ്യം നമുക്ക് വേണ്ടിയാ. നമ്മൾ സ്വയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുന്നത്. ഇതൊരു മാസ്മരിക ശക്തിയാ. നിങ്ങളുടെ ക്രഷ് നിങ്ങളെ കൂടുതൽ നല്ലൊരാളാക്കി മാറ്റാനുള്ള ഒരു ഇൻസ്പിറേഷനായി മാറുന്നു. ഈ മാറ്റങ്ങളെ എൻജോയ് ചെയ്യൂ. സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്തു പറയും? അവിടെയാണ് ഈ കോമൺ ഗ്രൗണ്ട്, അല്ലെങ്കിൽ പൊതുവായി ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. ആദ്യമൊക്കെ ഒരു മെസ്സേജ് അയക്കാൻ പോലും നമുക്ക് പേടിയായിരിക്കും. പേടി മാറിയാൽ അടുത്ത ചോദ്യം എന്ത് സംസാരിക്കുമെന്ന. അവിടെയാണ് നിങ്ങളുടെ ക്രഷിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായി വരുന്നത്. അവർക്ക് സിനിമ ഇഷ്ടമാണോ? നിങ്ങൾക്കും ഇഷ്ടമാണ്. അവർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങൾക്കും യാത്രയുടെ ജീവന. അവരുടെ ഫേവറേറ്റ് ടീം ഏതാ? നിങ്ങളുടെയും. നമ്മൾ അറിയാതെ തന്നെ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കി നമുക്കും അതിനോട് ഇഷ്ടമുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കും. എന്തിനാ ഈ ശ്രമം? കാരണം ഈ ബന്ധങ്ങളെല്ലാം തുടങ്ങുന്നത് പൊതുവായി ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്നാണ്. സംസാരിക്കാൻ ഒരു വിഷയം കിട്ടുക, ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റുക, അവർക്ക് നമ്മൾ ഒരു അപരിചിതനല്ലെന്ന് തോന്നിക്കുക. ഇതാ ലക്ഷ്യം. ഇത് വെറുമൊരു അഭിനയമല്ല, അടുപ്പം കൂട്ടാനുള്ള ഒരു സ്വാഭാവികമായ മാർഗമാണ്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം അല്ലെങ്കിൽ ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇതൊരു രസകരമായ കാര്യമാണ്.
ക്രഷ് അടുത്തുള്ളപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ലൗഡാകും. അതായത് നമ്മൾ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കും, ഒരു തമാശ പറയുമ്പോൾ കുറച്ചുകൂടി വലിയ ശബ്ദത്തിൽ ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അബദ്ധത്തിൽ താഴെയിടും. എന്തിന്? ചിലപ്പോൾ അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവരുമായി ഒരു സൗഹൃദപരമായ തർക്കത്തിൽ വരെ ഏർപ്പെടും. കാരണം നിങ്ങൾ അവിടെയുണ്ട് എന്ന് അവരെ ഒന്ന് ഓർപ്പിക്കണം. ഞാൻ എവിടെയുണ്ട്, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണം എന്നൊരു സൈലന്റ് മെസ്സേജാണ് നമ്മുടെ ബ്രെയിൻ പുറത്തുവിടുന്നത്. ഇതൊരു ചെറിയ പേടിയുടെയും വലിയ ആകാംക്ഷയുടെയും ഒക്കെ മിശ്രിതമാണ്. അബദ്ധങ്ങൾ സംഭവിക്കാം, അത് കാര്യമാക്കേണ്ട. ഈ ചെറിയ വിഡ്ഢിത്തങ്ങളാ ഈ ക്രഷ് കാലഘട്ടത്തെ ഇത്രയും മനോഹരമാക്കുന്നത്. ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എങ്ങനെയെങ്കിലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനുള്ള വഴി കണ്ടെത്തണം. അതൊരു വലിയ മിഷൻ തന്നെയാണ്. എത്രയൊക്കെ ഒളിച്ചും പാത്തും കണ്ടാലും അവസാനം വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗമാണ്. ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു DM അയക്കാനുള്ള അവസരം. ഇതിനുവേണ്ടി നാം പല തന്ത്രങ്ങളും മെനയും. ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടാക്കുക, ഒരു പ്രോജക്റ്റിൻ്റെ പേര് പറയുക, അല്ലെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചു തരാം എന്ന് പറയുക. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. അടുത്ത പ്രശ്നം, എന്ത് മെസ്സേജ് അയക്കും? മണിക്കൂറുകളോളം ആലോചിച്ച് ഒരുപാട് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ശേഷം അവസാനം ഒരു നിസ്സാരമായ ഹായ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കും. ഈ ചെറിയ ഹായിൽ ലോകത്തെ എല്ലാ ഇഷ്ടവും പ്രതീക്ഷയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്പർ കിട്ടിയത് ഒരു വലിയ വിജയമാണ്. അടുത്ത പടി ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ക്രഷിലെ ഏറ്റവും അവസാനത്തതും ഏറ്റവും റൊമാൻറ്റിക് ആയതുമായ സ്റ്റെപ്പ് ഇതാ: അവരുമായി ഒരുമിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. നിങ്ങൾക്ക് ഒരു ക്രഷ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഫുൾ ടൈം സിനിമ തിയേറ്റർ ഉണ്ടാകും. ആ തിയേറ്ററിലെ നായകനും നായികയും നിങ്ങൾ രണ്ടുപേരുമായിരിക്കും. അവരോടൊപ്പം യാത്ര പോകുന്നത്, ഒരുമിച്ച് കോഫി കുടിക്കുന്നത്, കൈകോർത്ത് നടക്കുന്നത്, പരസ്പരം തമാശകൾ പറയുന്നത്, എന്തിന് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവരെ ഉൾപ്പെടുത്തും. ഇത് വെറും ഡേ ഡ്രീമിംഗ് അല്ല. നിങ്ങളുടെ ആഗ്രഹം ശക്തമാകുമ്പോൾ മനസ്സ് സ്വയം വരയ്ക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ്. ചിലപ്പോൾ ഈ സ്വപ്നം നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ ഒരു ചെറിയ സങ്കടം തരും. പക്ഷേ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കും. ഈ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ഇന്ധനം. ഈ സ്വപ്നങ്ങളിൽ നിങ്ങൾ സേഫാണ്. നിങ്ങളുടെ ഇഷ്ടം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന ഒരു സുന്ദരമായ ലോകമായി ഇത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ഒരു ക്രഷ് ഉണ്ട് എന്ന് ഉറപ്പിക്കാം. ഇഷ്ടം തോന്നുന്നത് ഒരു തെറ്റല്ല, അതൊരു സൗന്ദര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രത്യേക നിറം നൽകും. ഈ വികാരങ്ങളെ പേടിച്ച് ഒളിച്ചിരിക്കാതെ സന്തോഷത്തോടെ ആസ്വദിക്കൂ. കാരണം ഈ ക്രഷ് കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള ഓർമ്മകൾ നൽകുന്നത്. ഡിയർ ഫ്രണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നാം ഇപ്പോൾ സംസാരിച്ച ഈ 7 കാര്യങ്ങൾ ആരോടെങ്കിലും ഇഷ്ടം തോന്നുമ്പോൾ ആളുകളിൽ സാധാരണയായി കണ്ടുവരുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം മാത്രമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വ്യക്തികൾക്കും എല്ലാ സാഹചര്യങ്ങൾക്കും ബാധകമാകണമെന്നില്ല. ഓരോ വ്യക്തിയുടെയും വികാരങ്ങളും ഇഷ്ടങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ വികാരങ്ങളെ പോസിറ്റീവായ രീതിയിൽ സമീപിക്കാനും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും വേണ്ടിയാണ്. പ്രധാനമായി ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിരുകൾ പാലിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്വകാര്യതയെയും വ്യക്തിപരമായ അതിരുകളെയും എപ്പോഴും മാനിക്കുക. നിങ്ങളുടെ ഇഷ്ടം അവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറരുത്. 2. ആത്മവിശ്വാസമാണ് പ്രധാനം. ഇഷ്ടം തോന്നുന്നത് നല്ലതാണ്, എന്നാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് മുറിപ്പെടുത്തിക്കൊണ്ടോ അവരെ മാത്രം ആശ്രയിച്ചുകൊണ്ടോ നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിൽ സന്തോഷിക്കുക. 3. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ആരെയും സ്റ്റോക്ക് ചെയ്യുന്നതോ അവരുടെ അനുവാദമില്ലാതെ പിന്തുടരുന്നോ ആയ രീതികൾ പൂർണ്ണമായും ഒഴിവാക്കണം. സൗഹൃദപരമായ സമീപനം മാത്രം മതി. നിങ്ങളുടെ ഇഷ്ടത്തെ ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിവരങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സന്തോഷത്തോടെ മുന്നോട്ട് പോകുക.